വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അസ്സലാമു അലൈക്കും. റുപ്പി ഹിബ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എന്താണ് ഇവിടെ വന്നിരിക്കുന്നത്? ഞങ്ങൾ ഇന്ന് എന്താ ഉണ്ടാക്കുന്നത്? ചിക്കൻ നഗറ്റ്സ്. അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ എന്താക്ക അതിന് വേണ്ടത് നമുക്ക് ആദ്യം ബ്രെഡ് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. ജാറിന്റെ പണി ഇവിടെ കത്തിയായി കത്തി വേണ്ട, ഈ കത്തി മതി. ഈ കത്തി മതിയേ? ഈ കത്തി മതി. ഞാൻ കുടിച്ചേരാം. നീ കിട്ടുമോ? നീ കാട്ടി ഞാൻ ഇതാക്കാം. എനിക്ക് നിന്റെ കൈ കൊണ്ട് പറ്റില്ലല്ലോ. ഇത്ര സിമ്പിളായിരുന്നു. എന്നിട്ട് നമുക്ക് മുറിക്കാല്ലേ? ഞാൻ എളുപ്പം പണിക്ക് കത്തി കുറച്ച് കൂടിയോ? ഞാൻ മുറിച്ചോട്ടെ. ഞാൻ കൊടുക്കാം. നല്ല എന്റെ ചെറുതായി നമുക്കൊരു കാര്യം ഒന്നിച്ച് ചെയ്യാം. അതല്ല നല്ല പെർഫെക്റ്റ് വന്നു. എത്ര നേരം ഇടിക്കാം. ഞാൻ ഞാൻ ഉണ്ടാക്കുക 20 മിനിറ്റിന്റെ വീഡിയോ കട്ടണിയാ. തൽക്കാലം നമുക്ക് കത്തി ചെയ്തിട്ട് കർഷിയാവുന്ന എമ്മി ഇപ്പം വന്നിട്ടില്ല കേട്ടോ ഗൈസ്. ഒരു 4 മണിയാകുമ്പോഴേക്കും എത്തുന്ന പറഞ്ഞത്. ട്രെയിന് വീട്ടിലേക്ക് എത്തുന്ന കേട്ടോ പറഞ്ഞത്. വീട്ടിലേക്ക് എത്തുമ്പോൾ എത്ര നേരമാണെന്ന് അറിയില്ല. നല്ല കാര്യമല്ലേ? അതെനിക്ക് നിങ്ങളെ ഞാൻ ചെയ്യാം കേട്ടോ. പെട്ടെന്ന് ചെയ്യണം. അപ്പൊ നമുക്കിനി ബ്രെഡ് പൊടിക്കാം. നമുക്കിടാം. കളയാൻ എടുത്തപ്പോ പിന്നെണ്ടല്ലേ ഗൈസ്, ഞങ്ങൾ ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ മിക്സിയിട്ട് പഠിച്ചിട്ടുണ്ട് കേട്ടോ. വേണോ? അങ്ങനെ ഒരു ഇത് പറയില്ല. ഇത് നമുക്ക് എടുക്കണ്ട വീണ്ടോ. ഇങ്ങനെ പോയിട്ട് അടിച്ചോ. അപ്പൊ ഗൈസ് പൊടിച്ച് നമുക്ക് പുറത്ത് കണ്ടോ കണ്ടോ നല്ല കല്ലുണ്ടേ. നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റാം. ഇത് കൊട്ടുക. അപ്പൊ ഗൈസ് ഞങ്ങള് അത് അയക്കിട്ടു. ഇനി നമ്മൾ എന്താ നമ്മള് കാണിച്ചാ ഇനി ഇതിന്റെ ചിക്കനും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പിന്നെ എന്താ മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ചിക്കൻ മസാല, കുരുമുളക് പൊടിയുണ്ടോ? ഇനി നമുക്ക് മിക്സ് ആക്കാം. മിക്സിക്ക് ഇടാട്ടോ ഗൈസ്. അങ്ങനല്ലേ ഓരോന്ന് കുറച്ചിട്ട് എടുത്താൽ മതി.
ഞാൻ തരാം. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതെത്തോ ഞങ്ങൾ മിക്സ് ആക്കി പിന്നെ അങ്ങനെ നേരെ അടിക്ക്. ശരിയാവില്ല. അപ്പൊ ഗൈസ് മിണ്ടാത്ത ആക്കില്ല മിണ്ടാത്ത നമുക്ക് ഗൈസ് നമുക്കില്ലേ ബ്രെഡ് പൊടി കൂടെ ബ്രെഡ് പൊടി മിണ്ടാത്ത ആക്കും ഞാൻ ആക്കില്ല പിന്നെ കുടിക്കാം ഞങ്ങൾക്ക് വെക്കില്ല. മീനോട്ട് ഇതൊക്കെ ചെയ്യാം. ഞങ്ങൾ ഉണ്ടാക്കാം മീന് ഇനി ഇപ്പൊ ക്യാമറമാൻ ആവുന്നില്ല. ഞാൻ ഒന്ന് അരച്ചെടുക്കട്ടെ ഗൈസ്. അപ്പൊ ഗൈസ് ഞങ്ങൾ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പണിയുണ്ട്. ഈ പാത്രത്തിക്ക് അത് കൊട്ടിയിട്ടില്ല, ഇങ്ങനെ പരത്തണം കഴിച്ചു. ഗൈസ് മീന് നല്ല ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്താ വെച്ചാൽ ഇത് പൊടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പരത്തി തന്നിട്ടോ, എന്നിട്ട് ഇങ്ങനെ മുറിച്ച് തന്നേ. ഇനി നമുക്കിത് ഇങ്ങനെ ഷേപ്പ് ആക്കാം കേട്ടോ. നല്ല വൃത്തിയോടെ കഴിച്ച് കുളിച്ചിട്ട് വന്നിട്ടേ ഉള്ളൂ. എല്ലാ മീനും ചെയ്ത് ഗൈസ്. എന്താ വെച്ചാൽ ഇവിടെ തുടക്കലും ഞങ്ങളെ കുളിപ്പിച്ച ഒക്കെ അവിടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് കേട്ടോ. അങ്ങനെയൊക്കെ എല്ലാവരും എൻ്റെ മീനിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞു നമ്മളെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലല്ലോ. അത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈ RCCക്ക് പോകുമ്പോഴും എങ്ങോട്ട് പോയാലും അവളാണ് ഞങ്ങൾ നോക്കാറ്. എന്തൊക്കെ ചെയ്താറുണ്ടെന്നറിയോ? എല്ലാവരും അവൾക്ക് വേണ്ടിയിട്ടും ചെയ്യണേ. ഞാൻ ഇവിടെ നോക്കാം. ഞങ്ങള് പറ്റണ പോലെ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഷേപ്പാക്കിയിട്ട് ഇതാക്കണം കേട്ടോ ഗൈസ്. ഞങ്ങൾ പറ്റണ പോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ മീനും കൂടിയിട്ടുണ്ട് കേട്ടോ. മീൻ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ചെയ്തിരിക്കുന്നുണ്ടോ? ഇതിന്റെ പകുതി കട്ടി കൂടിയാലേ വേവാൻ വഴുക്കും ഗൈസ്. അതാണ് കേട്ടോ. ആ ക്രിസ്പി വേഗം ആയിക്കോട്ടെ, എന്നാ ഉണ്ടാക്കണ്ട്. എന്തടി പാത്രം ഫുള്ളായി. ഒരു പാത്രം തരും അതാ ബോളിക്ക് വെച്ചാൽ മതിയോ? അന്ന് വേഗം പറയും. അപ്പൊ ഗൈസ് ഞങ്ങളില്ലേ ഒരു ഭാഗത്ത് കുറച്ച് എമ്മച്ചിക്ക് ഒപ്പിച്ചിട്ട് വെച്ചിട്ടുണ്ട്. എമ്മച്ചിപ്പിച്ചും വിൽക്കേണ്. അപ്പൊ അവർക്ക് കൊടുക്കാണ്ട് തന്നുണ്ട്. തെറ്റല്ലേ ഇതാക്കാം കേട്ടോ. കുറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോലെ എന്താ ഇത് നമ്മള് ബ്രെഡിൽ ഇതാക്കിയിട്ട് അല്ല അങ്ങനെയാണ് പാൽ അത് നമ്മൾ മുട്ടയിൽ മുക്കും. അത് ഞാൻ പറഞ്ഞു മുട്ടയിലേക്ക് മുക്കിയിട്ട് ഇത് ലിപ്പ് ചെയ്യില്ലേ എന്നിട്ടല്ലേ ആക്കുമോ? എന്നിട്ടായിരിക്കില്ല എന്താ ചെയ്യാം പതുക്കെ കേട്ടോ. മിസ്ബി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പാത്രം ഇമ്മിപ്പിയിലാണ് എന്തോ പോലെ ഗൈസ്. അവർ നല്ല മിസ് ചെയ്യുക. വീട് ഉറങ്ങിയ പോലെ തോന്നുന്നു എന്തോ പോലെ. വേഗം വന്നാൽ മതി. ട്രെയിനാണെങ്കിൽ പതുക്കെ അത്ര ഗൈസ് വരുന്നത്. ട്രെയിൻ ഓടിക്കാൻ തെങ്ങനെ കിട്ടുന്നതാണ് കൊടുക്കാൻ.
മറിച്ചിടും മകളെ, അല്ലാതെ കരിഞ്ഞു പോയി. മെതുക്കാൻ പറ്റോ? ഞാനൊന്നും കാട്ടിയിട്ടില്ല. കൊണ്ടുപോയി അയ്യോ ചാവുണ്ട്. അയ്യോ വീട്ടുകാരല്ലേ? വീട്ടുകാരെ കാണണം. എനിക്കൊന്നും വരില്ല, ഞാൻ സേഫാണ് ഗൈസ്. നമുക്കൊന്നും ഇടല്ലേ. നേരത്തെ ലോ കുക്കിങ്ങിന്റെ പകരം ഞങ്ങൾ ഐ കുക്കിംഗ് ആക്കി. അതാണ് ഗൈസ് ഒന്നുകൂടി അറ്റംപ്റ്റ് കൊണ്ടായത്. കരിഞ്ഞു പോയി ഗൈസ്. തരൂ. ഞാനാ നീ ഇട്ടോ? എന്താ ചെയ്ത ശാലിയ? അതുകൊണ്ടാണ് ഗൈസ് പൊട്ടിക്കറിയൊക്കെ ഉണ്ടായത്. നമ്മൾ ആദ്യമല്ലേ ചെയ്യുന്നത്. അടുക്കളയിൽ കയറാത്ത 3 എണ്ണം ഉമ്മ വീട് കാണണം. നന്നാവില്ലേ ബാ? നമ്മളെ ഓടിച്ചു വിടും. നിർത്ത് പോന. കേട്ടോ ഗൈസ്, തൂഫാനായി അല്ലേ ബാ? കേട്ടോ കണ്ടോ കുഞ്ഞി മനസ്സിലായിരിക്കും. ടേസ്റ്റ് ഉണ്ട്, അതിന് വലിയ കാര്യം. എനിക്ക് വരുന്നില്ല. തട്ടിക്കൂട്ടാണ്. അറിയില്ല. വാരിക്കോരി പഴങ്ങൾ കഴിച്ചാൽ എല്ലാരും വരുന്നിന്റെ ഒപ്പം പറയില്ല കഴിക്കും. വരും 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 ഓടിച്ചിട്ട് തന്നെ ആർക്കെങ്കിലും കൊടുത്ത അത് നല്ല ടേസ്റ്റ് ഉണ്ടോ? അതിഷ്ടായി. ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ? അറ്റംപ്റ്റ് അങ്ങനെ ഉണ്ടാവും. അടുത്ത ഓടി ചോറിന്റെ ഒപ്പം നിന്ന ചിക്കൻ പൊരിച്ചുണ്ടായില്ല. എനിക്കിത് ചോറിന്റെ കൂടെ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് കേട്ടടോ നീ കഴിക്കുന്ന കാര്യം കാണുന്നുണ്ട്. ഞാനിത് കാണുന്നുണ്ടേ. അയ്യോ ഇപ്പൊ ഞാനാണ് കേട്ടോ ഗൈസ് ക്യാമറമാനി. ഞാൻ ഇവിടെ മുകളിൽ കയറിയിരിക്കാം ഗൈസ്. എനിക്ക് ഈ കുക്കിംഗ് വീഡിയോടെ പിന്നെ മേലെ കൂടി ഇരുന്ന് കാണുന്നുണ്ട് ഗൈസ്. സെറ്റ് ഇപ്പൊ മനസ്സിലായില്ലേ? സ്ലോ ആയിട്ട് വെക്കണ്ട്, സ്റ്റീം ആയിട്ട്. ഇതൊന്നും ആവട്ടെ പറഞ്ഞ, എന്നിട്ട് എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇടാം. അങ്ങനെ എടുക്കണ്ടടാ. എനിക്കൊന്നും കറി ചൂടായിട്ടടൂ. ആരും കൊണ്ടുപോവാ. ഒരു മനുഷ്യന്റെ കുട്ടി പെരയിലില്ല. അത് ഉറങ്ങിയ വീട് പോലെ രാവിലെ ഒന്ന് ഉറങ്ങി ലഭാ. വേഗം വേഗം അങ്ങനെ നമുക്ക് ഒരേപോലെ ഇരിക്കും എല്ലാതും. ഉടുപ്പിട്ട കുട്ടീന്റെ കാര്യം ആരെ തിരിച്ചിരുന്നത്? ആര് ഏതാണ് ഒരു ഉടുപ്പിട്ട കുട്ടീന്ന്? അത് ആരാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. കൈ കൊണ്ടുവന്നേ ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളെ കമന്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ആ ഒരു എണ്ണതായതൊന്നും ആരും പറയാൻ നിൽക്കണ്ട. എന്നിട്ടുള്ള ഞാൻ അമ്മ കാണാനില്ലേ? അപ്പൊ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ഈ വഴിക്ക് വരാൻ പറ്റില്ല. ഇമ്മല്ലാത്തോണ്ടാണ് ഇങ്ങനെ കയറിയിരിക്കുന്നത്. എനിക്കൊന്നും നിക്കടി എന്തോ നോക്ക്. ഉള്ളു കുക്കായോ? എനിക്ക് തന്നാ ഇതൊന്നൊന്ന് കൊടുക്കട്ടെ. ഞാനൊരു പാവല്ലടി. രണ്ടുപേരും കേട്ടിരുത്തുമായിരുന്നു. വാപ്പയമ്മ ഉണ്ടായിരുന്നില്ല. എനിക്കതിന് സഹായിക്കുന്നില്ല. ഒന്നുണ്ടല്ലോ ഗൈസ്, ഈ പണി ഉണ്ടായി. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പറഞ്ഞിട്ടോ ഇവ പിന്നെ പറഞ്ഞാലോ? വാവല്ലേ പറയാല്ലേ? ഗീസർ കൊണ്ട് മുങ്ങി ഗൈസ്.
ഇന്നലെ ക്വാറന്റീൻ എന്നൊക്കെ പറഞ്ഞല്ലേ, പക്ഷെ ആള് മുങ്ങി. ഒരു ഗ്യാപ്പില്ലേ ബാ. എന്താന്ന് വെച്ചാല് ഇപ്പം RCCന്റെ കിറ്റില്ലേ ഞങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞേ. അതല്ല പിന്നെ വേറെ ഏതോ കിട്ടാ. ഒരു ഓണക്കിറ്റ് നമ്മൾ കുറച്ചുകൂടി ഇതാക്കി എടുക്കാല്ലേ അപ്പം ഒരു ടേസ്റ്റ് ഉണ്ട്. തമ്മിലിടാണ്ടാവുക ബാത്തു മിക്കവാറും തമ്മിലിടാണ്ടാവൂല പൈസ കണ്ടോ. അത്ര ആ കോരി എടുത്തത് മൊത്തം തിന്നല് കഴിഞ്ഞു. അതെ ഇനി ലാസ്റ്റ് സോസ് വെച്ച് കഴിക്കാം കേട്ടോ. ചൂട് കഴിച്ചു. ഇനി എഗ്ഗ് ഞാൻ ഇനിയിപ്പോൾ കുപ്പായം മാറ്റി കൊടുക്കണം, രാവിലെ തുറക്കണം. പെട്ടു. അയ്യോ ഓക്കെ ഇട്ട് വേഗം ഇടും. നല്ല ഉണ്ട് guys. നല്ല ഇഷ്ടമായി. ഞാനിതിലേക്ക് കുഞ്ഞി കുഞ്ഞി കൊട്ടായിട്ടാ തിന്നുന്നത്. അതെന്തിനാണ് ഈ പൈപ്പിന്റെ സൗണ്ട് ഉണ്ടാക്കണത്? മിണ്ടായിരിക്കണേ. അപ്പുറത്തെ പൊട്ടപ്പോ അപ്പത്തെ പൈപ്പിന്റെ മൂടിപ്പോയി ഗൈസ്. ഗൈസിന്റെ കുട്ടി എന്നെ പാത്രം കഴുകാനൊക്കെ സഹായിച്ചു കേട്ടോ. എന്നെയും പറയണേ. വലിയ പെണ്ണായി. റുബിതാത്ത ഒരു 4 ഉള്ളി വെച്ചു കേട്ടോ. അത് വേണ്ടിച്ചല്ലേ കുറ്റം പറയും വേണം. എന്നെ എന്ത് പറഞ്ഞു ഇത് എനിക്ക് വേണം കേട്ടോ. ഏത് കൊള്ള നമുക്കേ കഷ്ടപ്പെടുന്നതിന് വേണ്ട. ഇനി ഉണ്ടാക്കാൻ തിന്നരുത് കേട്ടോ. നമുക്ക് തമ്മേലും ഉണ്ടാവില്ല. പിന്നെ എന്റെ കൈക്ക് പറിക്കത്തില്ല പാവാ. ഇതൊക്കെ സ്വാഭാവികമാണ്. പറഞ്ഞ പെണ്ണാണ്, ആണാണ് പെണ്ണാണ്. ഞാൻ കുട്ടിനെ പോലെ തന്നെ വേണല്ലേ? അല്ല പിന്നെ ഇപ്പൊക്കെ ആണുങ്ങളല്ലേ. കാരണം പറഞ്ഞാൽ ഒരൊറ്റൊന്നും അടുക്കളയിൽ കയറില്ല. ആദ്യമൊക്കെ കയറിയിരുന്നു, പക്ഷെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കേട്ടോ. അല്ലാതെ ഇപ്പൊ അതിന്റെ പണിക്കൂട്ടി തീർന്നോ? അതെനിക്ക് താ. അത് ഞാൻ ഇടുമ്പോ തിന്നു. എനിക്കൊരു കൂട്ടുകാരി അത് രണ്ടെണ്ണം നമ്മൾ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞതാക്കി കഴിക്കലേ. എനിക്ക് തന്നെന്താ കുറച്ചുകൂടി ആട്ടെ. അപ്പൊ തമിഴിന്റെ പേര് കൊടുത്താലോ? ഇത് ഉമ്മാക്ക് ഉപ്പാക്ക് അപാരത അങ്ങോട്ടാലോ? ഇപ്പത്തിന് കഴിക്കരുത് കേട്ടോ. ഞാനും കഴിക്കില്ല എന്ന് വിശ്വസിക്കണം. എന്താ നോക്കി എനിക്ക് തരുന്നില്ലേ? അത് രണ്ടെണ്ണം തന്നോളൂ. പണിയെടുക്കാതെ തിന്നാൻ നിൽക്കുക കിട്ടാ. പണിയെടുക്കടി. ഞാൻ ചെയ്യാം. നിന്നെ ഇരുത്താൻ പറ്റുന്ന എപ്പോഴും ഇരുത്തിന്നു. ഇങ്ങോട്ട് ഇടടോ ഹെൽപ്പർ. മുട്ടയെ തൊടാതെ എന്നെ കുടിക്കല്ലേ? എനിക്ക് മുട്ട ഇഷ്ടമല്ല. പാവല്ലേ കൈയേക്ക് തരടി. കുടിച്ചതോ? ആ മനുഷ്യല്ലേ തന്നെ തട്ടിയും മുട്ടിയും കൊണ്ട് പോകും. കുഞ്ഞി ചിക്കനൊക്കെ തരോ? അടിയാട്ടോ അടക്കേണ്ട എടുത്തോടുത്താ പാത്രം കാലി. ടേസ്റ്റ് കഴിച്ചു. ഇനി ഞാൻ എന്നെയും കൂടി കാണിക്കാതെ ഇപ്പുറത്ത് കൊണ്ടേ വെക്കാനേ പാ. അല്ലെങ്കിൽ ഞാൻ തന്നെ മൊത്തം തിന്നു. ഓക്കെ ഇനി ഉമ്മണ്ടായിരുന്നെങ്കിൽ ഉമ്മ മത്തി വെച്ചേ. തന്നേല് വേണ്ട വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല.
നീ കളിക്കണ്ടേ ഈ ബലൂൺ കാണാൻ എനിക്ക് തുടയ്ക്കാൻ തുടയ്ക്കാം അങ്ങനെ സൂക്ഷിച്ച് നേരത്തെ ഇതാക്കരുത് കാരണം ഈ തുടയ്ക്കാൻ ഈ എഗ് ആയതുകൊണ്ട് ഒരുമാതിരി സ്മെല്ലുണ്ടാവും. അയ്യോ എനിക്ക് ഉറക്കം വരുന്നേ. ഊതരുത്. എന്റെ ബുദ്ധികളല്ലോ ഇതേ പെണ്ണായിന്ന് അറിയാതെ പറഞ്ഞതാ. നിനക്കടെ ഞാൻ തിരിച്ചു വെച്ചത്. എനിക്കെന്തെങ്കിലും ചെയ്യാൻ തോന്നണ കാര്യം. ഓക്കെ കോരിയെടുത്തതല്ലേ എന്നാ തീറ്റ മാത്രം ഉണ്ടാവുള്ളൂ കേട്ടോ. അയ്യോ നീ കൂടി അത് ഇത് കഴിയുമ്പോഴേക്കും ഇതിനി നമ്മളെ കണ്ടുപെടാതെ ഉമ്മാക്കും വാപ്പാക്കും കൊടുത്തു വെച്ചാൽ കൊണ്ടേക്കും ചെയ്യാം. അല്ലെ നമ്മൾ തന്നെ മൊത്തം പൊരിച്ചായിരിക്കും. കുഴപ്പമില്ല, നമുക്ക് മുമ്പേമേ വന്നിട്ട് നല്ല പൈസ ഉണ്ടെങ്കിൽ മേടിപ്പിക്കാം. ചിക്കൻ നെഗേറ്റ്സ് എന്തായാലും മേടിപ്പിക്കില്ല, ചിക്കൻ വാങ്ങി തരാൻ പറയാം. ഞങ്ങൾ ഷവർമ്മ കേട്ടോ ഒരു കോഴി വാങ്ങിയല്ലേ കോഴി വാങ്ങിട്ടുണ്ടാക്കിയ പോലെ രാവിലെ നമുക്ക് ചാർമ വെക്കാം. പനി എടുത്ത് നമുക്ക് ഷവർമ്മ ഉണ്ടാക്കാം. കളി അപ്പം കിട്ടണം. എന്താടി നമുക്ക് എടുത്ത് നോക്കാം കേട്ടോ. നല്ല ഇപ്പാത്തും ഉപ്പാക്കും മകും വേണ്ടേ. കോഴിക്കുട്ടിയുടെ സൗണ്ട് ഉണ്ടാക്കുന്നത് ചോറേ ചോറേ ഇന്നെ പോലെ ചോറേ ചോറേ നാളെ കാണിച്ചു കൊടുക്കാം. അതെന്നാ പറയാ എടുക്കാല്ലേ പത്തിമാറും കുക്കിംഗ് ചെയ്തിട്ട് പെയിന്റ് മറ്റുള്ളൂ. പെയിന്റ് മറ്റുള്ള കുപ്പായം മറ്റുണ്ടാക്കാം. പാൻറ്റിലല്ലേ കിട്ടുള്ളൂ. പാൻറ്റല്ലേ മറ്റുള്ളൂ. എനിക്ക് ഇതെടുക്കാനും കിട്ടാതെ വീടോ കേട്ടോ എണ്ണുണ്ടാവും. എണ്ണ ഉണ്ടാവും ഫാത്തിമ. ഞാൻ ഒന്ന് കയറിയിരിക്കട്ടെ കേട്ടോ. ഞാനുള്ളൂ ഒരു ടൈമിങ് ഉണ്ടാവുള്ളൂ എല്ലാത്തിനും ഒരേ ടൈമിങ് വേണം. കുഴപ്പമില്ല, നമുക്കിത് മാറ്റി വെക്കാം. ഞാൻ തന്നെ തിന്നു. അപ്പൊ ഞാൻ രണ്ടാമത് ഇടാൻ പോവാണ്. നോക്ക് ഞങ്ങൾ ഉണ്ടാക്കുമ്പോലെ ചെറിയൊരു പതല പതല ഇട്ടോ കണ്ടോ ഇത് രണ്ട് നമ്മളാ മറിച്ചിട്ട് വിട്ടതാ. ഇല്ല കേട്ടോ, എനിക്ക് ഉറപ്പില്ലേ. നല്ല ടേസ്റ്റ് ഉണ്ട് guys. കടയിൽ നിന്ന് അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങൾ വെറുതെ കൊണ്ടുപോയി പോയിക്കുന്നു. എവിടെക്കാ എന്നാൽ കൈയൊക്കെ ഒന്ന് കഴിഞ്ഞ് വൃത്തിയാക്കട്ടെ. വൃത്തിയാക്കോ. കൈ കഴുകാൻ വെച്ചിരിക്കട്ടോ ഗൈസ്. ആളല്ലേ മുട്ടയൊക്കെ എടുത്ത് സഹായിച്ചതും ഇവിടെ ഉണ്ട്. വെറുതെ ഇരുന്ന് തിന്നണു. ഓക്കെ നല്ല ഇട്ടോടല്ലേ പോ. നമുക്ക് കടയിൽ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജെമിനി മോളുണ്ട്, ജെമിനിനാണ് കഴിക്കാം. വീഡിയോസ് ഉണ്ട്, അതൊക്കെ പോയി നോക്കിയിട്ട് ഉണ്ടാക്കിയപ്പോ പിന്നെ നമ്മള് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണില്ല. വിനു എത്ര പൈസ പോവും? നമുക്ക് കൊറേ കഴിക്കാൻ തോന്നി കഴിഞ്ഞാൽ ഇത് ചെയ്യണം നല്ലത്. നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഉണ്ടാക്കാം. കടക്കാരനെ കുറ്റം പറഞ്ഞല്ലോ കേട്ടോ കാര്യം. ഏയ് കുറ്റല്ലല്ലോ, നമുക്ക് കൂടുതൽ കഴിക്കണേ തന്നെയുള്ളൂ. രണ്ട് ചിക്കൻ വാങ്ങാം.
ഒരു പൊട്ടുപൊടി വാങ്ങാം. കുട്ടുപൊടിയോ ബ്രെഡ് ബ്രെഡ് പൊടി വാങ്ങാം. മുടിയുണ്ട് guys. വെറുതെ വെറുതെ തിന്നോണ്ട് കഴിക്കും. അത്ര ടേസ്റ്റ് ഉണ്ട്. ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഉം. ചേച്ചി ഇത് മൊത്തം കഷ്ടപ്പെട്ട ഞാനാണ്. എന്നിട്ട് അവര് എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ എത്ര നേരം അവിടുന്ന് കാണിച്ചു കൊടുക്കണേ. കാണണ്ട അവിടെ കൈ വെച്ചിങ്ങനെ വാന്തടി. സൗണ്ട് ഒക്കെ ഇങ്ങോട്ട് വാരിയല്ലോ അല്ലേ വാ. കാണുന്നുണ്ടോ ഇതൊക്കെ? എന്നാ ഞാൻ റെഡിയാക്കട്ടെ ഗൈസ്. അയ്യോ അടിപൊളി. നെബുദിനത്തിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നത്. നെബുദിന ആവാറായില്ലേ? നാളെ തോന്നും. നാളെ മറ്റന്നാളെ തോന്നുന്നു. നല്ല പാട്ടൊക്കെ പാടണം. ഹാപ്പി ബർത്ത്ഡേ നബിയെ. മദ്രസീന്നാണ് പൊട്ടന്മാരെ മദ്രസീന്നാണ്. ആ ഇവിടെ അടുത്തല്ലേ കുട്ടികളുടെ പരിപാടിയൊക്കെ അല്ലേ? പിന്നെ പൈതകളുണ്ടോ? ഞങ്ങൾക്കുള്ള കുട്ടികളങ്ങനെ ചെറിയ കുട്ടികളായി അതിനൊക്കെ മദ്രസയിൽ ചേർത്ത്. വയസ്സിനൊന്നും ആയിട്ടേ ഇല്ല. അതിന് ചേർത്താനല്ലേ ആർക്കറിയാം. അവിടെ ഒരാള് മത്സ്യമായ ഞാൻ മലക്കട്ടെ. ഞാൻ ഒരെണ്ണം എടുത്ത് കഴിക്കട്ടെ. ഞാൻ നിർത്താം. പറ്റില്ല. നിങ്ങൾക്ക് ഞാൻ കുറെ തരാം. ഇല്ല ഇല്ല മിൻതാത്ത. ഇല്ല മിൻതാത്ത. ഇല്ല മിൻതാത്ത. ഞാൻ ഒരെണ്ണം തിന്നട്ടെ. പാവല്ലേ. എനിക്ക് അങ്ങോട്ട് തരാം. എനിക്കൂടി ഒന്ന് തരാം. ശരി ഇതാ നിങ്ങളുടെ മുന്നില് ആ കുറച്ച് സോസ് കഴിക്കാം. കുറച്ച് തരും. Guys, അയ്യോ ട്രൈപോഡൊക്കെ തട്ടി മറിച്ച് സൗണ്ട്. എന്റെ മോനെ ഒന്നടി താടി തമ്പുരാനെ മിൻതാത്ത പോയിട്ട് നോക്കി കൊടുക്കണേ. എന്നാ കൊടുക്കണ്ട വീയോ ഒന്നും വരെ കൊടുക്കണ്ട. ആണ്ടാ ശരി. അത്ര എടി ഒരു പൊട്ട് കടി കടിയാ എനിക്കടിയാ. ഇതിലവര് നിങ്ങൾ നോറ്റന്നോട് കിട്ടാത്ത നമുക്ക് കുറച്ച് നോക്കാം. അപ്പൊ അത് റെഡി ആക്കട്ടെ ഗൈസ്. ഗൈസ് ഇവരെ ഓവറായിട്ട് തേട്ടിയ ഞാനിത് റൂമിൽ ലോക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്കാണ് കഴിക്കും. നടക്കൂല. ഇതായിട്ടില്ലോ അത്ര ഇഷ്ടായി. അടിപൊളി. ഇതൊക്കെ മിനുവിന്റെ കഴിവ്. ഞങ്ങളൊരു അല്ലേ ഹാർഡ് വർക്ക് അല്ലേ ഹാർഡ് വർക്ക്. ഹാർഡ് വർക്ക്. ഇത് എന്നാലും ഇത് I am English medium. പൊടിച്ചത് ഒക്കെ ഞാനല്ലേ. അതെ മുട്ടയിലിട്ട് കൈ കിളിമ്പിയതായിരുന്നു. റബി ഔറത്ത് പുറത്ത് പറഞ്ഞു കമന്റ് വന്നു നമുക്ക്. എനിക്കില്ല ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ തലയിൽ ചാടട്ടെ അപ്പറിപ്പോയി. അയാൾ ഡ്രസ്സ് ശരിയാത്തോണ്ട് അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. ഔറത്ത് മറിക്കുക ഔറത്ത് മറിക്കുക. നല്ല കാര്യം പറയണ എന്താ ചെയ്യാനായി. ഞാൻ ഇനി എന്തൊക്കെ ചോദിക്കുന്നു കേട്ടോ. ഞാൻ ചെറിയ കുട്ടിയാണ്. ആകെ 15 വയസ്സായിട്ടുള്ളൂ. നല്ല കാര്യം ഞങ്ങൾ പറഞ്ഞത് പക്ഷെ ശരിയാവുന്നില്ല. ഇത് പെട്ടെന്ന് വരുവോ? വയറ് കത്തുന്നില്ല. മിണ്ടാത്ത പുറത്ത് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ടോ? പെട്ടെന്ന് നോക്കിക്കേ. നമുക്ക് കടത്താലോ? ആ ഞാനല്ല മെയിൻ. മീനിനെ കൊറേ എടുത്ത് കഴിച്ചാലേ. 8 എണ്ണത്തിന് 4 എണ്ണം കൊടുക്കാവുള്ളൂ. കടൽപ്പാലടി ചിക്കൻ പറഞ്ഞിട്ട് വയറുവേന പട്ടിഷോ കഴിക്കണം അറിയില്ല. മിനു അള്ള പോലും കൊടുക്കില്ല. മിനു ഞങ്ങള് മൊത്തത്തിൽ റെഡി ആയിട്ട് ഞങ്ങൾ അവിടെ പോയി കഴിക്കട്ടെ ഗൈസ്. ഫുഡ് ആയില്ലേ നോക്കണ്ടോ? ഞങ്ങള് ചിക്കൻ നെഗറ്റ്സായി. എന്നാ ഞങ്ങള് പിന്നെ കളർ നോക്കണ്ട. കളർ കുറച്ച് കരിഞ്ഞിട്ടൊക്കെ ഉണ്ട് കഴിച്ച്. ഞങ്ങള് ഇല്ലാണ്ട് ചെയ്തതല്ലേ.
എന്നാലും ഞങ്ങൾ ഉണ്ടാക്കിയല്ലോ. ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഇവിടുന്ന് കഴിക്കാം. കുറേ തിന്നിക്കണം കേട്ടോ ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മസ്റ്റ് ട്രൈ ആണ് ഗൈസ്, അടിപൊളിയാണ്. നല്ല ഇഷ്ടമായിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഗൈസ് നല്ല ടേസ്റ്റ് എന്നറിയോ. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ സമയം വൈകി ഗൈസ്. അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. ബൈ.